നമസ്കാരം, ഞാൻ ലക്ഷ്മി. മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കിപ്പോൾ പലർക്കും അറിയാം. മില്ലറ്റ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ഗുണങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് മില്ലറ്റ്സ് വാങ്ങുമ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മില്ലറ്റ്സ് വാങ്ങുമ്പോൾ അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് വേണം വാങ്ങി ഉപയോഗിക്കാനായിട്ട്. അതിലായിരിക്കും കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ അൺപോളിഷ്ഡ് മില്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മില്ലറ്റ്സ് കഴുകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്ത് കഴുകുമ്പോൾ മില്ലറ്റ്സിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ കഴുകുമ്പോൾ ഫൈബർ കുറേയൊക്കെ വെള്ളത്തിൽ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അത് നഷ്ടപ്പെടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പതുക്കെ ഒന്ന് കഴുകിയെടുത്താൽ മതി മില്ലറ്റ്. ഇനി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ അത് സോക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വേണം ഇപ്പോൾ ചോറാണെങ്കിലും അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ ആക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ മുഴുവൻ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലങ്ങൾ ഉണ്ടാവാം, ബ്ലോട്ടിങ്ങോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. ഞാനും മുമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. നിങ്ങൾ ഇനി കുക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മളിത് സോക്ക് ചെയ്തിട്ട് വേണം മില്ലറ്റ്സ് ഉപയോഗിക്കാനായിട്ട്. പിന്നെ സോക്ക് ചെയ്യുന്ന വെള്ളം, ഇപ്പോൾ നമ്മൾ ചോറാണ് വെക്കുന്നതെങ്കിൽ അതിന് എത്ര വെള്ളം വേണോ അത് ആദ്യം തന്നെ അളന്നെടുത്ത് ആ വെള്ളത്തിൽ വേണം നമ്മൾ മില്ലറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. സോക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ 6 മുതൽ 8 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം അതേ വെള്ളം തന്നെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫൈബർ അധികം നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള മില്ലറ്റ് റെസിപ്പീസിൽ പലപ്പോഴും ഞാൻ സോക്ക് ചെയ്യാണ്ടാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ തലേ ദിവസം രാത്രി സോക്ക് ചെയ്യുക, അതിന് ശേഷം സോക്ക് ചെയ്യാനിടുക, അതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്ത് ഉപ്മാവ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഡോക്ടർ ഖാദർ വല്ലി എന്ന് പറയുന്ന മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മില്ലറ്റ്സിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക്, മില്ലറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് വായിക്കാനിടയായി. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മില്ലറ്റ്സ് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് വാട്ടർ വേണം ഉപയോഗിക്കാനാണ്. അതായത് നമ്മൾ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള വെള്ളം, അതിപ്പോൾ കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കോപ്പറിൻ്റെ പാത്രത്തിലോ സൂക്ഷിച്ചിട്ട് തലേ ദിവസം സൂക്ഷിച്ച് പിറ്റേ ദിവസം എടുത്ത് ആ വെള്ളം വേണം നമ്മൾ കുടിക്കാനും അതുപോലെ കുക്ക് ചെയ്യാനും, മില്ലറ്റ്സൊക്കെ കുക്ക് ചെയ്യാനും ഉപയോഗിക്കാനാണ്. അപ്പോൾ പറ്റുന്നവർ അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ മില്ലറ്റിൻ്റെ മുഴുവൻ ഗുണങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മില്ലറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ കഴിവതും പ്രഷർ കുക്കറിലൊന്നും കുക്ക് ചെയ്യാതെ നമ്മുടെ സാധാരണ മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ അതിൻ്റെ ന്യൂട്രീഷനും ഫൈബറൊന്നും പോവാണ്ട് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുക. ഇപ്പം പ്രഷർ കുക്കറിൽ ഇത് കുക്ക് ചെയ്താൽ അതിൻ്റെ ഫൈബറും കുറേയൊക്കെ അതിൻ്റെ ന്യൂട്രീഷൻസും ഫൈബറും ഒക്കെ പോയിട്ടായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുക. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നത്, മില്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു 6 മാസം മുതൽ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഏത് അസുഖം വേണമെങ്കിൽ മാറ്റിയെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് കഴിക്കേണ്ടതായ രീതിയുണ്ട്. നമ്മൾ വെറുതെ ഒരു ദിവസം ഒരു നേരം ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല. മില്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു മില്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ 3 നേരം അതേ മില്ലറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. ഓരോ രോഗത്തിനും ഓരോ പ്രോട്ടോക്കോൾ പറയുന്നുണ്ട്. അതായത് 2 ദിവസം ഒരു മില്ലറ്റ് കഴിക്കുക, അത് കഴിഞ്ഞാൽ വേറൊരു മില്ലറ്റ്. അത് ഓരോ അസുഖത്തിനനുസരിച്ച് അതിൻ്റെ രീതികൾ വ്യത്യാസമുണ്ട്, കഴിക്കേണ്ട രീതികൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് രോഗം വേണമെങ്കിലും മാറ്റിയെടുക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നത്, ഡോക്ടർ ഖാദർ വല്ലി. അത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മില്ലറ്റ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയും മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അടുത്ത് വരുന്ന വീഡിയോകളിൽ. ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.